أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وفرش مرفوعة إنا أنشأناهن إنشاء فجعلناهن أبكارا عربا أترابا لأصحاب اليمين ثلة من الأولين وثلة من الآخرين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ തുടർവേദിയിൽ ഒത്തുകൂടാൻ ഇന്നും കൂടെ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അള്ളാഹു ഈ മജ്ലിസിൻ്റെ ബർക്കത്തുകൊണ്ട് സുഖലോക സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി നമ്മെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. നാം ചർച്ച ചെയ്തു വരുന്നത് മധ്യമ വിഭാഗവും സലാമത്തും എന്നൊരു വിഷയമായിരുന്നു. ആ ചർച്ച പൂർത്തിയായിട്ടില്ല. അതിൻ്റെ ഇടക്ക് ആ ചർച്ചയുടെ വാൽഭാഗങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ ഉമ്മത്തിനെ ഉണർത്തിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. സ്വർഗത്തിലെ ഇഹലോക തരുണികൾ. സ്വർഗീയ തരുണിമണികളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. സ്വർഗീയ തരുണികൾ എന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ മനസ്സുകൾ ഓടിപ്പോകുന്നത് ഹൂറുലിങ്ങളിലേക്കാണ്. എന്നാൽ ഈ ഹൂറുലിങ്ങളെക്കാൾ സൗന്ദര്യവും ഈ ഹൂറുലിങ്ങളെക്കാൾ ശരീരവടിവും ഈ ഹൂറുലിങ്ങളെക്കാൾ സ്വഭാവവും എല്ലാം തികഞ്ഞ ദുനിയാവിലെ പെണ്ണുങ്ങളെ നാം പലപ്പോഴും അവഗണിക്കാറാണ്. അവഗണിക്കാൻ പാടില്ല. ദുനിയാവിലെ അമലു ചെയ്ത് കഷ്ടപ്പെട്ട് സ്വർഗം നേടിയ പെണ്ണുങ്ങൾ, അവർക്കുള്ള പവർ ഹൂറുലിങ്ങൾക്കൊരിക്കലുമില്ല. ഹൂറുലിങ്ങളെ വെല്ലുന്നവരാണ് യഥാർത്ഥത്തിൽ ഇഹലോക തരുണികൾ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി പറഞ്ഞതാണ്. അല്ലാഹു തആല ഇതാ പരിചയപ്പെടുത്തുന്നു. അസ്ഹാബുൽ യമീനിന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നതിന്റെ കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞു, വഫുറുശിം മർഫൂഅ ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറൻ ഉർബൻ അത്റാബൻ ലിഅസ്ഹാബിൽ യമീൻ. ഇതാണ് അവരെക്കുറിച്ചുള്ള പരാമർശം. പക്ഷേ സ്വാഭാവികമാണ്, ഇണകളെക്കുറിച്ചുള്ള പരാമർശത്തിന് മുമ്പ് അവർക്കും നമുക്കും കിടക്കാനുള്ള ബെഡുകളെ കുറിച്ചൊരു ചെറിയ പരാമർശം അള്ളാഹു നടത്തുന്നു. വഫുറുശിൻ മർഫൂഅ. ഈ മധ്യമ വിഭാഗത്തിന്, അസ്ഹാബുൽ യമീനിന്, ഈ ഭാഗ്യവാന്മാർക്ക്, സൗഭാഗ്യവാന്മാർക്ക് വഫുറുശിൻ മർഫൂഅ, അത്യുന്നതമായ ബെഡുകളും ലഭിക്കും അവർക്ക്. വഫുറുശിൻ മർഫൂഅ, അത്യുന്നതമായ ബെഡുകൾ, നിലവാരമുള്ള ബെഡുകൾ അവർക്ക് ലഭിക്കുന്നതാണ്. വഫുറുശിൻ മർഫൂഅ, ഉയർന്ന ബെഡുകൾ എന്ന് പറഞ്ഞാൽ നല്ല നിലവാരമുള്ള ബെഡുകൾ ലഭിക്കും.
താണ ബെഡായിരിക്കില്ല. അല്ലെങ്കിൽ പിന്നെ ഉയർന്ന ബെഡുകൾ എന്ന് പറയാൻ കാരണം ഉയർന്ന കട്ടിലുകളിലാണ് ബെഡ് ഇടുന്നത് എന്നതുകൊണ്ട് ഉയർന്ന ബെഡുകൾ എന്ന് പ്രയോഗിച്ച് എന്ന് പറഞ്ഞ മഹാന്മാരും ഉണ്ട്. ഫിഹാ സുറുറും മർഫുഅ, സ്വർഗത്തിൽ ഉയർന്ന കട്ടിലുകളുണ്ട്. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫിഹാ സുറുറും മർഫുഅ, ഉയർന്ന കട്ടിലുകൾ ഉണ്ടവിടെ എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ അതിങ്ങനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, സ്വർഗത്തിലെ ഉയർന്ന കട്ടിലുകളിൽ നിങ്ങളുടേതായ ഇണകൾ കിടക്കുന്നത് നിങ്ങൾ കാണുമ്പം ഹൂരികൾ, സ്വർഗീയ തരുണികളും ഇഹലോക തരുണികളും അവരൊക്കെ കിടക്കുന്ന രംഗം കാണുമ്പം നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ആ പെണ്ണ്, അവളെ നിങ്ങൾ കൊതിക്കുന്നതോടുകൂടെ ആ കട്ടിലിൽ നിങ്ങൾക്ക് കയറാം എന്ന് പറഞ്ഞപ്പോ വെറുതെ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി, കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കള് റസൂലുള്ളാഹി തങ്ങൾ എന്തു പറഞ്ഞാലും പരിഹസിക്കലാ സ്വഭാവം. ഉടനെ തന്നെ ശത്രുക്കൾ ചോദിച്ചു, മോമിനീങ്ങളോടല്ല ചങ്ങാതിമാരെ, നിങ്ങൾ ഇതും വിശ്വസിച്ചിരിക്കുകയാണോ? മുഹമ്മദ് പറയുന്ന ഏതു സംഗതിയോ അപ്പടി അങ്ങ് വിശ്വസിക്കുന്ന നിങ്ങൾ ഇതും വിശ്വസിച്ചു. നിങ്ങൾക്ക് മുഹമ്മദിനോടൊന്ന് ചോദിച്ചു നോക്കിക്കൂടാ, കൂടായിരുന്നോ എങ്ങനെയാണ് ആ കട്ടിലിലേക്ക് കയറുക? ഇത്ര ഉയരമുള്ള കട്ടിലിലേക്ക് കയറി കിടക്ക എങ്ങനെയൊന്നും ചോദിച്ചു നോക്കിക്കൂടായിരുന്നോ? വെറുതെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ഫിഹാ സുറുറും മർഫുഅ വഅക്വാബും മൗദൂഅ, നിരത്തി വെച്ച കപ്പുകളുണ്ട് അവിടെ, വെള്ളം കോരി കുടിക്കാൻ പാനപാത്രങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. വഅക്വാബും മൗദൂഅ വനമാരിഖു മസ്ഫൂഫ, അണിയണിയായി വച്ചിരിക്കുന്ന തലയിണകളുണ്ട്. വനമാരിഖു മസ്ഫൂഫ വസറാബിയ്യു മബ്സൂസ, വീതിയിൽ വിരിച്ചു സംവിധാനിച്ച പരവതാനികളുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ അവര് ചോദിച്ചു, എങ്ങനെയാ അങ്ങോട്ട് കയറുക എന്നൊന്ന് ചോദിച്ചു നോക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ചർച്ച, ആ ചർച്ചയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി ഇവർ ചോദിച്ചു. ചോദിച്ചപ്പോഴേക്ക് അല്ലാഹു തആല അടുത്ത ഭാഗം ആയത്തിറക്കി. അഫലാ യൻദുറൂന ഇലൽ ഇബ്രി കൈഫ ഖുലിഖത്, കട്ടിലേക്ക് എങ്ങനെ കയറുക എന്ന് മാത്രമല്ല, എണ്ണമറ്റ കപ്പുകൾ എങ്ങനെ ഉണ്ടാകുക എന്ന് ഇവർ ചോദിച്ചു. ഇത്രയും കൂടുതൽ കപ്പുകൾ എങ്ങനെയാ ഉണ്ടാക്കാൻ കഴിയാമെന്ന് ചോദിച്ചു നോക്ക്. വീതിയുള്ള പരവതാനികൾ റസൂലുള്ള പറഞ്ഞു, ഒരു ഭാഗത്തുനിന്ന്, കാർപ്പറ്റിന്റെ ഒരു ഭാഗത്തു നിന്നാണ് നോക്കിയാൽ മറ്റേ ഭാഗം കാണൂല, പരന്നു കിടക്കുന്ന പരവതാനി, വിരിപ്പ. ഇത്രയും വിശാലമായ വിരിപ്പുകൾ എങ്ങനെയാ സംവിധാനിക്കുക? അതുപോലെ തന്നെ അണിയണിയായി വച്ചിരിക്കുന്ന തലയിണകൾ, ഒന്ന് ഇരിക്കാനും ഒന്ന് ചാരിയിരിക്കാനും, ഇങ്ങനെ തലയിണകൾ. ഇപ്പോഴും അറബികളുടെ വീടുകളിലെ ഒരു പ്രൗഢിയാണത്. ഒരു തലയിണ നിലത്തിട്ട് ഒരു തലയിണയിൽ ചാരിയിരിക്കുന്ന സമ്പ്രദായം ഇപ്പോഴും അറബി വീടുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഈ കട്ടിലിൻ്റെയും ഈ തലയിണയുടെയും ഒക്കെ ഉയരം റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവർ ചോദിച്ചു, ആ തലയിണ അങ്ങോട്ട് മറഞ്ഞു വീണാലോ? കാരണം ഇവർക്ക് ആവശ്യം തീർച്ചയായിട്ടും ഇതിലൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണ്. അപ്പം അല്ലാഹു തആല അടുത്ത ആയത്ത് ഇങ്ങനെ ഇറക്കി. ആ ആയത്തുകൾക്ക് വേറെ കുറേ ലക്ഷ്യമുണ്ട്, പക്ഷെ ഇതിനൊറ്റയടിക്ക് മറുപടി പറഞ്ഞോളണം. അഫലാ യൻദുറൂന ഇലൽ ഇബ്രി കൈഫ ഖുലിഖത്, നല്ല ഇവരെപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടകങ്ങളിലേക്ക് ഇവർ നോക്കുന്നില്ലേ? എങ്ങനെയാണ് ഒട്ടകത്തെ സൃഷ്ടിക്കപ്പെട്ടത്? അഫലാ യൻദുറൂന ഇലൽ ഇബ്രി കൈഫ ഖുലിഖത്, ഇവർ ഓടിക്കൊണ്ടിരിക്കുന്ന ഒട്ടകങ്ങളെ ശ്രദ്ധിച്ചാൽ മതി ഇവർക്ക് മനസ്സിലാകാൻ. ഇവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടകങ്ങളെ ശ്രദ്ധിച്ചാൽ, ആ ഉയരമുള്ള ഒട്ടകങ്ങളുടെ പുറത്ത് എങ്ങനെയാ അവർ കയറുന്നതെന്നും ചോദിച്ചു നോക്ക്. അപ്പൊ അവര് പറഞ്ഞു, ഒട്ടകങ്ങളുടെ പുറത്ത് കയറാൻ പ്രയാസമില്ല, ഞങ്ങൾ കയറണമെന്ന് കരുതിയാൽ ഞങ്ങൾ ഒട്ടകത്തിന്റെ അടുത്ത് ചെന്ന് താടയിൽ തൊട്ട് കഴിഞ്ഞാൽ ഒട്ടകം മുട്ടുകുത്തി തരും. അപ്പോൾ ഞങ്ങൾ കയറും, ഞങ്ങളുടെ ലോഡുകൾ മുഴുവനും കയറ്റി വെക്കും. എന്നിട്ട് ഒട്ടകത്തോട് എണീക്കാൻ പറഞ്ഞാൽ ഒട്ടകം അതിൻ്റെ കഴുത്തിൻ്റെ ബാലൻസിൽ, അതിനാണ് ഒട്ടകത്തിന് അല്ലാഹു നീണ്ട കഴുത്ത് കൊടുത്തത്. എത്ര വലിയ ലോഡും ആ കഴുത്തുമ്മൽ ബാലൻസ് ചെയ്തിട്ടാണ് അത് എഴുന്നേൽക്കുന്നത്. ആ കഴുത്തിന്റെ ബാലൻസിൽ അത് എഴുന്നേറ്റിട്ടുണ്ടാകും. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം റസൂലുള്ള പറയുന്നു, ഇതേ പ്രകാരം
തിൽക സുറുർ, ആ കട്ടിലുകൾ താണുവരും, അതിന്റെ അവകാശികൾക്ക് വേണ്ടി താണുവരും. അവരതിൽ കയറി കിടന്നാൽ ഉടനെ തന്നെ അവരെയും കൊണ്ടത് പൊക്കിക്കൊണ്ടുപോകും. ചിന്തിക്കണം, ഇന്നാണിത് പറയുന്നതെങ്കിൽ ഇത് വിശ്വസിക്കാൻ പ്രയാസമില്ല. അന്ന് അവർ ഒട്ടകങ്ങളുടെ സ്വഭാവം പറഞ്ഞൊരു പക്ഷേ മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ ഒട്ടുമുക്കാൽ പട്ടണങ്ങളിലെയും ബഹുനില കെട്ടിടങ്ങളിലേക്ക് കയറുന്നത് ലിഫ്റ്റിലാ. ലിഫ്റ്റ് സമ്പ്രദായം സ്വയം താണുവരികയും നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകുകയും ചെയ്യുന്ന യാന്ത്രിക കോണികൾ. ഇതുള്ള കാലഘട്ടത്തില് ഇങ്ങനെ ഒരു കട്ടിലുണ്ടാകുക എന്ന് പറഞ്ഞാൽ, അതും സുഖലോക സ്വർഗത്തില് എല്ലാ സൗകര്യവുമുള്ള ആ സുഖലോക സ്വർഗത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പ്രയാസം ഉണ്ടാവില്ല. അവർ ശരിക്കും അവർക്ക് വായടപ്പൻ മറുപടിയായപ്പോൾ അവരവിടെ മിണ്ടാതിരുന്നു. പിന്നെ ബാക്കിയുള്ളതൊക്കെ തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയാണ്. പക്ഷേ അത് പറയുമ്പോഴേക്ക് നമ്മുടെ ഈ വിഷയം ഇവിടെ ബാക്കിയാവും. അതുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരാം. ഉന്നതമായ ബെഡുകൾ. ആദ്യത്തെ അർത്ഥപ്രകാരം ആ അർത്ഥത്തിനാണ് കൂടുതൽ നാം പ്രാധാന്യം നൽകേണ്ടത്. ബെഡുകളുടെ പ്രാധാന്യം. ഉയർന്ന ബെഡ് എന്ന് പറഞ്ഞാൽ ഉന്നതമായ ബെഡുകൾ, നല്ല നിലവാരമുള്ള ബെഡുകള്. ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി എല്ലാ അർത്ഥസാധ്യതകളും പറയുന്നു. ആദ്യമായി ഇമാം നസഫി പറയുന്നത് നിലവാരമുള്ള ബെഡുകൾ എന്നർത്ഥമാണ്. റഫീഅത്തുൽ ഖദർ, നിലവാരമുള്ള ബെഡുകൾ, മേത്തരം ബെഡുകൾ. ആ മേത്തരം ബെഡുകളിലാണ് അവർ ഉറങ്ങുന്നത്, അവർ കിടക്കുന്നത്. ഇതാണ് ഇതിന്റെ അവസ്ഥ. മേത്തരം ബെഡുകൾ എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ മറ്റു സ്ഥലത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. സൂറത്തുർ റഹ്മാനിന്റെ 54-ാമത്തെ ആയത്ത്, അലാ ഫുറുഷിൻ ബതാഇനുഹാ മിൻ ഇസ്തബ്റഖ്, അലാ ഫുറുഷിൻ ബതാഇനുഹാ മിൻ ഇസ്തബ്റഖ്. അല്ലാഹു തആല പറഞ്ഞു, സ്വർഗാവകാശികൾ കിടക്കുന്ന ബെഡുകൾ, അലാ ഫുറുഷിൻ, അവർ കിടക്കുന്ന ബെഡുകൾ ഏതാണെന്നറിയോ? ബതാഇനുഹാ മിൻ ഇസ്തബ്റഖ്, അതിന്റെ ഉൾഭാഗം നല്ല മിനുസമുള്ള പട്ടാണ്, അതിന്റെ അന്തർഭാഗം മിനുസമുള്ള പട്ടാണ്. അന്തർഭാഗത്തിന്റെ മിനുസവും അന്തർഭാഗത്തുള്ള സൗന്ദര്യമൊക്കെയാണ് ഖുർആൻ ഈ വർണ്ണിക്കുന്നത്. എന്തേ അങ്ങനെ പറയാൻ കാരണം? ബെഡുകളുടെ മേന്മ പരിചയപ്പെടുത്തുമ്പോൾ ഉൾഭാഗം നല്ല പട്ടാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? അവിടെയാണ് വിഷയം ഇരിക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ മാത്രം കാര്യങ്ങളുള്ളത് അവിടെയാണ്. എന്തുകൊണ്ട്? ഈ ഉൾഭാഗം പട്ടാണെന്ന് പറയുമ്പോൾ ദുനിയാവിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ്. ദുനിയാവിൽ നമ്മൾ ബെഡ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ബെഡ്, അതൊക്കെ അതിന്റെ ഉപരിപ്ലവ സൗന്ദര്യം മാത്രമാണ്. പുറത്ത് കാണാൻ നല്ല കോലുണ്ടാവും, നല്ല ചന്തം ഉണ്ടാവും. പക്ഷേ പലപ്പോഴും നമ്മുടെ അടിപൊളി ബെഡുകളൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് കത്തി വെക്കുകയോ ബ്ലേഡ് വെക്കുകയോ ചെയ്താൽ, ഒന്ന് പൊട്ടിക്കാൻ തയ്യാറാണെങ്കിൽ ആ ബെഡിനകത്ത് നിന്ന് പുറത്തേക്ക് ചാടുന്നത് ഒരിക്കലും സുഖകരമായിരിക്കില്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഓവുചാലിൽ ഒഴിവാക്കിയ വേസ്റ്റ് സാധനങ്ങൾ മുഴുവനും അതിൻ്റെ ഉള്ളിലുണ്ടാകും. വല്ല ചകിരിയോ നാരോ ചണ്ടിയോ ഇതൊക്കെ ആയിരിക്കും പലപ്പോഴും ദുനിയാവിലെ ബെഡിൻ്റെ അകത്ത്. എന്നാലോ പുറങ്ങനെ കണ്ടാലോ നല്ല അടിപൊളി ബെഡ്. എന്നാൽ സ്വർഗത്തിലെ ബെഡുകളുടെ ഉൾഭാഗം തന്നെ നല്ല മിനുസമുള്ള പട്ടാണെന്ന് പറയുമ്പോൾ അതിന്റെ പുറം ഭാഗം പിന്നെ വർണ്ണിക്കാൻ പാടില്ലെന്ന് പറയുന്നു ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി. പിന്നെ അതിന്റെ പുറം ഭാഗം പറയരുത്, പറയാതെ മനസ്സിലാക്കാൻ കഴിയണം. ഉൾഭാഗം ഇത്രയും സൗന്ദര്യമുള്ളതാണെങ്കിൽ പിന്നെ പുറം ഭാഗത്തിന്റെ സൗന്ദര്യം പറയരുത്. അതാണ് ഒരു സാഹിത്യ ഗ്രന്ഥത്തിന്റെ ശൈലി. അലാ ഫുറുഷിൻ ബതാഇനുഹാ മിൻ ഇസ്തബ്റഖ്. ഇങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേക്കുറിച്ച് പറയുന്നത്. വഫുറുഷിൻ മർഫൂഅ. ഇനി ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതേ ആയത്തിന് തന്നെ ചില ആളുകൾ ഒരഭിപ്രായവും കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് എന്തിനു എന്ന് ചോദിച്ചാൽ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി പറയാം. വഫുറുഷിൻ മർഫൂഅ എന്ന് പറഞ്ഞാൽ ഉന്നതമായ ബെഡുകൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം ബെഡുകളാവണമെന്നില്ല. ഒരു പക്ഷേ നമ്മുടെ സഹോദരിമാരെ കുറിച്ച്, നമ്മുടെ ഇണകളെ കുറിച്ചായിരിക്കാം ആ പറഞ്ഞത് എന്നും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുൻ. ഭാര്യമാരെ കുറിച്ച് ലിബാസ്, ഉടയാട, വിരിപ്പ്, പുതപ്പ് എന്നൊക്കെ പറയുന്ന പ്രയോഗം സാധാരണഗതിയിലുള്ളതാണ്.
ഭാര്യമാരെ കുറിച്ച് ഉടയാട, വിരിപ്പ്, പുതപ്പ് എന്നൊക്കെ പറയുന്ന പ്രയോഗം സാധാരണയുള്ളതാണ്. ആ നിലക്ക് ഫുറുഷിൻ മർഫുഅ എന്ന് പറഞ്ഞ ഈ ഫിറാഷ് കൊണ്ട് ഉദ്ദേശം ഭാര്യമാരായിരിക്കാം. അത് പറയാൻ അവരെ പ്രചോദിപ്പിച്ചത് എന്താണെന്നറിയോ? ചുരുക്കം ചിലരെ അത് പറയാൻ പ്രചോദിപ്പിച്ചത് കട്ടില് എന്ന് പറഞ്ഞാൽ, ബെഡ് എന്ന് പറഞ്ഞാൽ ഒരു പോരായ്മയില്ല. അതാണ് ശരിക്ക് പ്രത്യക്ഷത്തിൽ അതിൻ്റെ അർത്ഥവും. എല്ലാ മഹാന്മാരും ആ അർത്ഥത്തിനാണ് പ്രാമുഖ്യം നൽകിയതും. പക്ഷെ എന്തുകൊണ്ടത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ തൊട്ടടുത്തുള്ള ആയത്തിന്റെ ചെറിയൊരു കൺഫ്യൂഷൻ തീർക്കാനാണ്. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ, തീർച്ചയായിട്ടും അവരെ ഉണ്ടാക്കിയത് നമ്മളാണെന്ന് പറഞ്ഞ ആ അവരാരാണ്? ഈ ഫുറുഷിൻ മർഫുഅ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പെണ്ണുങ്ങളാണെങ്കിൽ ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ എന്നത് പെട്ടെന്ന് ബോധ്യപ്പെട്ടു. അവർ എന്ന് പറഞ്ഞാൽ ആ പെണ്ണുങ്ങൾ. നേരെ മറിച്ച് ഭൂരിപക്ഷം ആളുകളും പറഞ്ഞിരിക്കുന്നത് ഇതുകൊണ്ട് ഉദ്ദേശം ബെഡ് തന്നെ ആദ്യം പറഞ്ഞത്. പിന്നെ ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ എന്നതിൽ ചെറിയ ഒരു കൺഫ്യൂഷൻ വരൂലേ? ഇത് പണ്ഡിതന്മാർക്ക് വേണ്ടി മാത്രം പറയാൻ, സാധാരണക്കാർക്ക് അതിന്റെ അർത്ഥം പറഞ്ഞാൽ മതി. ഇന്നാ അൻശഅനാഹുന്ന എന്ന ആ സർവനാമം, ആ ലമീർ, അതെങ്ങോട്ടാ പോകുന്നത്? അത് സ്വർഗീയ സ്ത്രീകളിലേക്കാണ്. ആ സ്ത്രീകളെ ഉണ്ടാക്കിയത് നമ്മളാണ്. ആ സ്ത്രീകളെ കുറിച്ച് മുമ്പ് പരാമർശിച്ചില്ല. പരാമർശിച്ച ഹൂറുലിങ്ങളെ കുറിച്ചാണ്. സാബിക്കീങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹൂറുലിങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. അങ്ങോട്ടൊരിക്കലും ഇത് പോയിക്കൂടാ. ഇത് ദുനിയാവിലെ പെണ്ണുങ്ങളെ കുറിച്ചാ പറഞ്ഞത് എന്ന് റസൂലുള്ള വ്യക്തമായി പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ എന്തു ചെയ്യണം? മഹാന്മാരൊക്കെ മറുപടി പറഞ്ഞു. എല്ലാവരും അതിന് മറുപടി പറഞ്ഞു. വഫുറുഷിൻ മർഫുഅ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവിടെ ഒരിക്കലും പെണ്ണിനെ പറയേണ്ടതില്ല. അങ്ങനെയാണ്. വിരിപ്പ്, മണിയറ, വിരിപ്പ്, കട്ടില് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി പെണ്ണ് എന്ന് പറയണമെന്നില്ല, അവള് എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ തന്നെ സംഗതി തിരിയും. അതാണ് അതിന്റെ കണ്ടീഷൻ. പുതപ്പ്, വിരിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അവള് എന്ന് പറഞ്ഞാൽ തന്നെ വിഷയം പെട്ടെന്ന് ബോധ്യപ്പെടും. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ, തീർച്ചയായിട്ടും ആ പെണ്ണുങ്ങളെ സൃഷ്ടിച്ചത്, അവരെ സൃഷ്ടിച്ചത് നമ്മളാണ്. രണ്ടാമത് മടക്കി സൃഷ്ടിച്ചത് നമ്മളാണ്. സ്വർഗത്തിലെത്തുമ്പോൾ അവർക്ക് രണ്ടാമത് സൃഷ്ടിപ്പ് നൽകിയത് നമ്മളാണ്. അവിടെ എത്തുമ്പോൾ അവർക്ക് രണ്ടാമത് സൃഷ്ടിപ്പ് നൽകിയത് നമ്മളാണ്. രണ്ടാമത് അവരെ ഉണ്ടാക്കിയത് മണ്ണായി പോയതിന്റെ ശേഷം, ദ്രവിച്ചതിന്റെ ശേഷം നിങ്ങൾക്ക് വേണ്ടി ആ ഇണകളെ സൃഷ്ടിച്ചു തരുന്നത് നമ്മളാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, നബിയേ, ആരെപ്പറ്റിയാണ് ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ, നമ്മളാണ് അവരെ ഉണ്ടാക്കിയത്. ഫജഅൽനാഹുന്ന അബ്കാറാ, അവരെ നാം കന്യകകളാക്കി എന്ന് പറഞ്ഞല്ലോ. ഇതാരെപ്പറ്റിയാണെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത്, ഇത് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അവരാരാണ് എന്ന് ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. നബി, ആരെപ്പറ്റിയാ ഈ പറഞ്ഞത്? അപ്പൊ പറഞ്ഞു, ഹുന്നല്ലവാതി ഖുബിദ്ന ഫീ ദാരി ദുനിയ. ഇതാണ് ഇത് ഹൂറുലിങ്ങളെ പറ്റിയല്ല എന്ന് പറയാൻ കാരണം ഇതാണ്. റസൂലുള്ളാഹി പറയുന്നത് ഹുന്നല്ലവാതി ഖുബിദ്ന ഫീ ദാരി ദുനിയ, ഈ ഇഹലോകത്ത് വെച്ച് റൂഹ് പിടിക്കപ്പെട്ട പെണ്ണുങ്ങളെ കുറിച്ചാണ് ആ പറഞ്ഞത്. ഹുന്നല്ലവാതി ഖുബിദ്ന ഫീ ദാരി ദുനിയ, ഈ ലോകത്ത് വെച്ച് റൂഹ് പിടിക്കപ്പെട്ട പെണ്ണുങ്ങളുണ്ട്. അജായിസ, റൂഹ് പിടിക്കുമ്പോൾ അവർ കിഴവികളായിരുന്നു. അജായിസ, വയസ്സ് 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 ചെന്ന് വളഞ്ഞു കൂണ പെണ്ണുങ്ങളായിരുന്നു. അജായിസ. ഷുംതൻ, ഷുംതൻ, അതുപോലെ തന്നെ ശരിക്ക് കുമ്പളങ്ങ പോലെ നിരച്ച പെണ്ണുങ്ങളായിരുന്നു. നിരച്ച പെണ്ണുങ്ങള്. ഷുംത്ത് എന്ന് പറഞ്ഞാൽ മുടിയൊക്കെ നിരച്ചു പോയവർ, പാടെ നിരച്ചു പോയവർ, അവർക്ക് ആ ഷുംത്ത് എന്ന് പറയുന്നത്. ഷുംതൻ. റസൂലുള്ള പറയുന്നത് കുമ്പളങ്ങ പോലെ നിരച്ച പെണ്ണുങ്ങള്, മുടി നിരച്ച പെണ്ണ്. റുംസൻ, എപ്പോഴും കൺകുഴികളിൽ പീള നിറയുന്ന പെണ്ണുങ്ങള്. വാർദ്ധക്യം വരുമ്പോഴുള്ള സൊക്കേടുകളാണൊക്കെ. വാർദ്ധക്യം വരുന്നവർക്ക് എപ്പോഴും പീള ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ വാർദ്ധക്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. റുംസൻ, കണ്ണുകളിൽ പീള നിറയുന്ന മുടി നരച്ച പെണ്ണുങ്ങളായിരുന്നു. ജഅലഹുന്നല്ലാഹു തആല ബഅദൽ കിബരി അത്റാബാ. ജഅലഹുന്നല്ലാഹു തആല ബഅദൽ കിബർ, ഇത്രയും വലിയ വാർദ്ധക്യത്തിന് ശേഷം അള്ളാഹു അവരെ ആക്കി. എന്താക്കി? അവരെ അബ്കാറൻ, കന്യകകളാക്കി. അത്റാബൻ, സമപ്രായക്കാരാക്കി. അലാ മീലാദിൻ വാഹിദ്, എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നാണ്. മീലാദ്, ഡേറ്റ് ഓഫ് ബർത്ത്, ജനന തീയതി ഒന്നാണ്. എല്ലാവർക്കും ഒരേ വയസ്സ് എന്നർത്ഥം.
കുല്ലമാ അതാഹുന്ന സുവാജുഹുൻ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, കുല്ലമാ അതാഹുന്ന സുവാജുഹുൻ, അവരുടെ പുതിയാപ്പിളമാർ, അവരുടെ ഭർത്താക്കന്മാർ അവരെ സമീപിക്കുമ്പോഴൊക്കെയും വജദൂഹുന്ന അബ്കാറാ, അവരെ കാണുന്നത് കന്യകകളായിട്ടാണ്. സദഖ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. ഇവരെ ഓരോ ഘട്ടത്തിലും സമീപിക്കുന്ന സമയത്ത് ഇവരെ കാണുന്നത് കന്യകകളായിട്ടാണ്. ഒരിക്കൽ അവരുമായി ബന്ധപ്പെട്ടു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, എല്ലാം ആസ്വദിച്ച് തിരിച്ചു പോന്നു. പിന്നീട് ഒരിക്കൽ തൻ്റെ ഭാര്യയെ സമീപിക്കുമ്പം വീണ്ടും അവൾ കന്യകയാണ്. കുല്ലമാ അതാഹുന്ന സുവാജുഹുന്ന അബ്കാറ വജദൂഹുന്ന അബ്കാറ. ഈ വിവരണം നടത്തുന്നത് ആരോടാണ്? ബഹുമാനപ്പെട്ട ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയോടാണ്. ആയിഷ ബീവി ഇത് കേട്ട ഉടനെ തന്നെ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, നബിയെ, ഓരോ തവണയും കന്യകയായ പ്രശ്നമാണല്ലോ നബിയെ. ചിരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ആയിഷ ബീവി ചോദിച്ചു. ആയിഷ ബീവി വലിയ തമാശക്കാരിയായിരുന്നു. ആയിഷ ബീവി പറഞ്ഞു, നബിയെ, ഇത് വല്ലാത്ത വിഷമമാണല്ലോ നബിയെ. വാ വജഅ യാ റസൂലല്ലാഹ്. നബിയെ, അത്ര വലിയ യാതന ഇനി ഒന്നുമില്ല. എന്തുകൊണ്ട്? ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിലുള്ള ശാരീരിക ബന്ധങ്ങളിൽ അവൾക്ക് സംതൃപ്തിയുണ്ടാവില്ല. അതേസമയം കുറെ പ്രാവശ്യം ശാരീരിക ബന്ധങ്ങൾ കഴിയുമ്പോഴേ അവൾക്ക് സംതൃപ്തി ലഭിക്കുകയുള്ളൂ. ഒരു ഭർത്തൃസുഖം അനുഭവിക്കണമെങ്കിൽ അങ്ങനെ വേണം. പക്ഷേ അത് എപ്പോഴും കന്യകകളായാൽ ഈ വേദനയും പ്രശ്നവും എന്നും തുടരില്ല നബിയെ എന്നാണ് ബഹുമാനപ്പെട്ട ആയിഷ ബീവിയുടെ ചോദ്യത്തിന്റെ ആകത്തുക. റസൂലുള്ളാഹി തങ്ങൾ അത് കേട്ടപ്പോൾ ചിരിച്ചു. ചിരിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, സ്വർഗത്തെക്കുറിച്ച് നീ എന്താ മനസ്സിലാക്കിയത് ആയിഷ? സ്വർഗത്തെക്കുറിച്ച് നീ എന്താ മനസ്സിലാക്കിയത്? ലൈസ ഹുനാക വജഅ, അവിടെ വേദനയുണ്ടാവില്ല, പീഡനമുണ്ടാവില്ല, ഒരു നിലക്കുള്ള പ്രയാസങ്ങളും അവിടെ ഉണ്ടാകില്ല. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? എപ്പോഴും ഒരിക്കലും പഴങ്ങിപ്പോകാത്ത, ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു നവത്വം നിലനിൽക്കുമെന്നാണ് ഈ പറഞ്ഞതിന്റെ ആശയം. എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടൊരു പെണ്ണിന്റെ ശരീരത്തിൽ തൊടുമ്പോഴുണ്ടായ സന്തോഷം അത് കാലാകാലം നിലനിൽക്കാൻ, അതാണ് അവിടുത്തെ ഹരം. അല്ലാതെ ഈ പെണ്ണിന് അതുകൊണ്ട് കഷ്ടപ്പാടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ തീരെ കെട്ടിക്കാത്ത ഒരു പെൺകുട്ടിയുടെ ലുക്ക് അവളെ കാണുമ്പോഴുണ്ടാകും, അവളെ തൊടുമ്പോഴുണ്ടാകും, അവളുമായി ബന്ധപ്പെടുമ്പോഴുണ്ടാകും. ഇത്രയാ പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ. അത് അവൾക്കും ഉണ്ടാകും. ആദ്യമായിട്ട് തന്നെ സ്പർശിക്കുന്ന ഒരു പുരുഷ സ്പർശം ആദ്യമായി ഏൽക്കുമ്പോഴുള്ള ആനന്ദം, ആ ആനന്ദം അവൾക്ക് എന്നും ആസ്വദിക്കാൻ കഴിയും. ചുരുക്കത്തിൽ വിഷമങ്ങളില്ലാത്ത, വേദനകളില്ലാത്ത ഫസ്റ്റുനേറ്റുകളാണ് സ്വർഗത്തിൽ അവസാന കാലാകാലം. ഇതാണ് യഥാർത്ഥത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്വർഗം. ഫജഅൽനാഹുന്ന അബ്കാറാ ഉറുബൻ അത്റാബൻ ലിയസ്ഹാബിൽ യമീൻ. അങ്ങനെ അവരെ കന്യകകളാക്കി. ഉറുബൻ അത്റാബ, ഉറുബൻ ഭർത്താക്കന്മാരോട് സ്നേഹമുള്ളവർ. ഉറുബൻ അത്രാബൻ, അത്രാബൻ എന്ന് പറഞ്ഞത് ആ ഉറുബൻ എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരോട് സ്നേഹമുള്ളവർ. അറൂബ് എന്നതിന്റെ ബഹുവചനമാണ്. ഉറുബൻ, ഭർത്താവിനോട് സ്നേഹമുള്ള പെണ്ണ്, ഭർത്താവിനെ നന്നായി സ്നേഹിക്കുന്ന പെണ്ണ്, അതാണ് സ്വർഗത്തിലെ പെണ്ണ്. ഇവിടുത്തെ ഈ ടെൻഷൻ ഒന്നും ഉണ്ടാകൂല. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ പാത്തുമ്മക്കുട്ടി അങ്ങോട്ടും വരുമോ വെച്ചില്ലേ, ആ പ്രശ്നമൊന്നും അവിടെ ഉണ്ടാകൂല എന്നർത്ഥം. കാരണം ഭർത്താവിനെ നന്നായി സ്നേഹിക്കുന്ന, ഭർത്താവുമായി നല്ല നിലക്ക് ഒത്തുപോകാൻ കഴിയുന്ന പെണ്ണുങ്ങള് അവരായിരിക്കും പെരുമാറ്റത്തിൽ അവർ 100% ക്ലിയർ ആയിരിക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരു നീണ്ട ഹദീസ് റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ, അതിലേക്ക് കടന്നു വരുന്നു. അപ്പം ഭർത്താക്കന്മാരെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന പെണ്ണുങ്ങൾ, അത്റാബൻ സമപ്രായക്കാർ. നബി തങ്ങളോട് ചോദിച്ചു, ഈ സമപ്രായം എന്ന് പറയുമ്പോൾ എത്രയാണ് നബിയെ അത്? നബി തങ്ങൾ പറഞ്ഞു, മുസ്തവിയാത്തിൻ ഫിസ്സിൻ ബനാത്തി സലാസിൻ വസലാസീൻ. നബി തങ്ങൾ പറഞ്ഞു ഒരേ പ്രായക്കാരാണ്, 33 വയസ്സാണ്. 33 വയസ്സാണ് സ്വർഗത്തിൽ പെണ്ണുങ്ങൾക്ക്. വാസുവാജുഹുന്ന കദാലിക്, അവരുടെ ഭർത്താക്കന്മാരും അങ്ങനെ തന്നെയാ. അവരുടെ ഭർത്താക്കന്മാർക്കും 33 വയസ്സാണ്. ഒരേ സമപ്രായക്കാർ. സമപ്രായക്കാരായ സഹോദര സഹോദരിമാർ അവരുടെ ബന്ധത്തിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത്. അത് പിന്നീട് പ്രായം കൂടാതിരിക്കും ചെയ്യാം. ഒരേ പ്രായത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ 33 വയസ്സ് കൂടുന്നില്ല, കുറയുന്നില്ല, നല്ല നിറഞ്ഞ പ്രായം 33 വയസ്സ്. സമപ്രായക്കാർ
ഇതെന്തിന് അല്ലാഹു തആല സമപ്രായക്കാരാക്കി? സ്വർഗം അവിടെ ഒരിക്കലും സമപ്രായക്കാരായ ഇണകളെ നൽകാൻ കാരണം ടെൻഷൻ എന്ന് പറഞ്ഞ ഒരു സംഗതി ഇല്ലേ ഇല്ല. ഒരു വയസ്സായ വാപ്പാക്ക് ഓടിച്ചാടി നടക്കുന്ന ചെറുപ്പക്കാരെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടൊരു അസൂയ തോന്നും. എൻ്റെ പഴയ കാലം, അത് സ്വാഭാവികമാണ്. അതുണ്ടാകൂല, അതൊരിക്കലും ഉണ്ടാകൂല. നിറഞ്ഞു നിൽക്കുന്ന പ്രായം മഹാന്മാർ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, അയാൾ കല്യാണമൊക്കെ കഴിച്ചു, അത്യാവശ്യം അയാളുടെ കണ്ണിനിണങ്ങിയ ഒരു പെണ്ണിനെ അയാൾ കല്യാണമൊക്കെ കഴിച്ചു. പിന്നെ ഒരു പക്ഷേ അയാൾ വെളിയിലിറങ്ങുമ്പോൾ അതിലും നല്ലതൊന്ന് കണ്ടാൽ ഞാൻ പെണ്ണ് കിട്ടിയപ്പോൾ എങ്ങോട്ടാ നോക്കിയത് എന്ന് സ്വാഭാവികമായിട്ട് തോന്നൽ, അതൊരു സ്വാഭാവികത മാത്രമാണ്. എങ്കിൽ അത്തരം ഒരു ടെൻഷനൊന്നും സ്വർഗത്തിലില്ല. എല്ലാവരുടെ ഭാര്യമാരും ഒരേ രൂപത്തിൽ, എല്ലാവരുടെ ഭാര്യമാരും സുന്ദരികൾ. ഖാസിറാത്തു തർഫ്, നിങ്ങളുടെ കണ്ണുകളെ പരിമിതപ്പെടുത്താൻ മാത്രം കഴിവുള്ള പെണ്ണുങ്ങള്, മാത്രമല്ല സമപ്രായക്കാര്, വടിവൊത്ത ശരീരം. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിന്റെ അവസ്ഥ. ഫജഅൽനാഹുന്ന അബ്കാറൻ ഉറുബൻ അത്റാബാ ലിഅസ്ഹാബിൽ യമീൻ. അസ്ഹാബുൽ യമീനിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചത്. അല്ലാഹു പറയുന്നു, സുല്ലത്തും മിനൽ അവ്വലീന വസുല്ലത്തും മിനൽ ആഖിരീൻ. ഇൻഷാ അല്ലാഹ് ആ ഭാഗം ഞാൻ പിന്നീട് വിശദീകരിക്കാം. അതിന്റെ മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് പറയാം. ഞാൻ പറഞ്ഞല്ലോ, സ്വർഗത്തിലെ ഈ ഇഹലോക തരുണികളുടെ പവർ ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ എത്തിയാൽ അവർക്ക് പവറുണ്ട്, പക്ഷെ എത്തണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോവുകയാണ്. സ്വർഗത്തിൽ എത്തണമെങ്കിൽ ഒരു പെണ്ണ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നു. അതനുസരിച്ച് നമ്മുടെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നാളെ സ്വർഗത്തിൽ അവരോടൊപ്പം ഒരുമിക്കാം. ഉറപ്പാണ്. റസൂലുള്ളാഹി കൊടുത്ത ഓഫറാണ്. ആ ഓഫറുകൾ ഇൻഷാ അല്ലാഹ് പറയാൻ പോകുകയാണ്. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി തങ്ങളോട് ഒരിക്കൽ ചോദിച്ചു, ഖാലത്ത് ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അഖ്ബിർനി അൻ ഖൗലില്ലാഹി തആല വഹൂറുൻ ഐൻ. സൂറത്തുൽ വാഖിഅ 22. സൂറത്തുൽ വാഖിഅ നമ്മൾ വിശദീകരിച്ചു പോന്നതാണ്. വഹൂറുൻ ഐൻ എന്ന് പറഞ്ഞ ആ പെണ്ണുങ്ങൾ ആരാണ്? അള്ളയാ പറഞ്ഞ വാക്കിന്റെ വ്യാഖ്യാനം എനിക്കൊന്ന് പറഞ്ഞു തരുമോ നബിയേ? ഉമ്മു സലമ ചോദിച്ചപ്പോൾ ഉമ്മു സലമയോട് പറഞ്ഞു, ഹൂർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബീദുൽ ഐനി, കണ്ണുകൾ വെളുത്ത, കൺതടാകം വിശാലമായ വെളുത്ത പെണ്ണുങ്ങൾ. ഹൂർ എന്ന് പറഞ്ഞാൽ ബീൽ എന്ന് പറഞ്ഞാൽ വെളുത്ത പെണ്ണുങ്ങൾ, നല്ല തിളക്കമുള്ള പെണ്ണുങ്ങൾ. ഐൻ എന്ന് പറഞ്ഞാൽ നിഖാമുൽ ഉയൂൻ. നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, കൺതടാകം വിശാലമായ, കൺതടാകം വിശാലമായ വെളുത്ത പെണ്ണുങ്ങള് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൂറുൻ ഐൻ എന്നതിന്റെ നേരെ അർത്ഥം പറഞ്ഞു കൊടുത്തതാ. അപ്പോ രണ്ടാമത് ഞാൻ ചോദിച്ചു, അഖ്ബിർനി അൻ ഖൗലിഹി കഅംസാലിൽ ലുഉലുൽ മക്നൂൻ. നബിയെ, അല്ലാഹ് ചിപ്പിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച മുത്തുപോലെ എന്ന് പറഞ്ഞല്ലോ, അതിന്റെ ഉദ്ദേശം എന്താ? ഖാല, നബിതങ്ങൾ പറഞ്ഞു, ദാ നബിതങ്ങൾ നേരിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. ഇത് തഫ്സീറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല തഫ്സീറായിരിക്കും. അള്ളാഹുവിന്റെ ഹബീബിന്റെ നാക്കിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് കേൾക്കുകയാണ് ഖുർആന്റെ വ്യാഖ്യാനം. എന്താണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം? നമ്മൾ പറഞ്ഞു, ചിപ്പിക്കകത്തുള്ള മുത്താരും തൊട്ടിട്ടുണ്ടാകൂല, നല്ല വൃത്തിയുണ്ടാകും. ദാ പറയുന്നു, സ്വഫാഉഹുന്ന സ്വഫാഉദ്ദുർരില്ലദീ ഫിൽ അസ്ദാഫ്, അവരുടെ വൃത്തി, അവരുടെ പരിശുദ്ധി. സ്വഫാഉദ്ദുർരില്ലദീ ഫിൽ അസ്ദാഫി, ചിപ്പിക്കകത്തുള്ള മുത്തിന്റെ പരിശുദ്ധിയാൻ. അല്ലദീ ലം തമസ്സഹുൽ ഐദി, മനുഷ്യകരങ്ങൾ തൊട്ട് അശുദ്ധമാക്കാത്ത. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മനുഷ്യകരങ്ങൾ തൊട്ട് അശുദ്ധമാക്കാത്ത ചിപ്പിക്കകത്തുള്ള മുത്തുപോലെ പരിശുദ്ധമാണ് അവർ. അവരുടെ പരിശുദ്ധി അത്രയും തിളക്കമുണ്ട് എന്ന് റസൂലുള്ളാഹി തങ്ങൾ അതിന്റെ വ്യാഖ്യാനമായി പറഞ്ഞു കൊടുത്തു. ഉമ്മു സലമ പറയാൻ ഞാൻ വിട്ടില്ല, വീണ്ടും ചോദിച്ചു. ഉമ്മു സലമ നീണ്ട ചോദ്യമാണ്. അഖ്ബിർനി അൻ ഖൗലിഹി ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ, അവിടെ അതാ സുന്ദരികളായ നല്ല പെണ്ണുങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഖൈറാത്തുൻ ഹിസാൻ എന്താ നബിയെ അതിന്റെ തഫ്സീർ? സൂറത്തുർ റഹ്മാനിന്റെ 70-ാം വചനം. അപ്പൊ ഇതിന്റെ അർത്ഥം ഖൈറാത്തുൽ അഖ്ലാഖ്, സൽ സ്വഭാവിനികളായ പെണ്ണുങ്ങൾ. നല്ല സ്വഭാവമാണ് അവർക്ക്. നിങ്ങളെ ഈ ദുനിയാവിലെ രൂപമല്ല, സ്വർഗത്തിലെത്തുമ്പോൾ അവർക്ക് നല്ല സ്വഭാവമാണ്. ഹിസാനുൽ വുജൂഹ്, മാത്രമല്ല
കാണാൻ നല്ല അഴകുള്ളവരാണ്. ഹൂറുലിങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഹൂറുലിങ്ങളെ കുറിച്ച് ഖുൽതു, ഞാൻ ചോദിച്ചു, അഖ്ബിർനി അൻ ഖൗലിഹി കഅന്നഹുന്ന ബൈദും മക്നൂൻ, തൊലിക്കകത്ത് സൂക്ഷിക്കപ്പെട്ട കോഴിമുട്ട വെള്ള പോലെയാണെന്ന് പറഞ്ഞു. ആ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം സാഫാത്തിയിലെ 49-ാം വചനം, ഖാല, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. റിഖ്ഖതുഹുന്ന, നബി തങ്ങൾ പറഞ്ഞു, ആ പറഞ്ഞതിന്റെ അർത്ഥം റിഖ്ഖതുഹുന്ന, അവരുടെ ശരീരത്തിന്റെ ഓമനത്വം, അവരുടെ ശരീരത്തിന്റെ മാർദ്ധവം, അത് കരിഖത്തിൽ ജിൽദി, തൊലിയെ പോലെ, ഒരു തൊലിയുടെ ഓമനത്വം പോലെയാണ്. അല്ലദീ റഅയ്തി ഫീ ദാഖിലിൽ ബൈളത്തി, മുട്ടക്കകത്ത് നീ കാണുന്ന, കോഴിമുട്ടക്കകത്ത് നീ കാണുന്ന ഒരു തൊലി, ആ തൊലിയിലെ അതിന്റെ മാർദ്ദവം പോലെയാണ്. അതുപോലെ മിനുസമാണ് മിമ്മായലിൽ ഖിശ്റ, മുഗൾ തൊലിയോട് അടുക്കുന്ന, മുഗൾ തൊലിയുടെ ചുവട്ടിൽ കോഴിമുട്ടക്കകത്ത് നീ കാണുന്നത്. പറഞ്ഞിട്ട് തിരിഞ്ഞില്ലെങ്കിൽ നബി തങ്ങൾ വിവരിച്ചു, വഹുവൽ ഖിർഖി, ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം കോഴിമുട്ടയുടെ വെള്ളയാണ്, ആ വെള്ളയുടെ മിനുസമാണ് അവരുടെ ശരീരത്തിന്. ഖുൽതു യാ റസൂലല്ലാഹ് അഖ്ബിർനി അൻ ഖൗലിഹി ഉറുബൻ അത്റാബാ ഫജഅൽനാഹുന്ന അബ്കാറൻ ഉറുബൻ അത്റാബാ എന്ന് പറഞ്ഞ വാക്കിന്റെ വിശദീകരണം ഒന്ന് പറഞ്ഞു തരണം. നബി തങ്ങൾ പറഞ്ഞു, ഹുന്നൽ ലവാതി ഖുബിദ്ന ഫീ ദാരിദ് ദുനിയ അജായിസ റുംസൻ ശുംതൻ ഖലഖഹുന്ന അല്ലാഹു തആല ബഅദൽ കിബർ ഫജഅലഹുന്ന അദാറാ ഉറുബൻ മുതഅശ്ശിഖാത്തിൻ മുഹബ്ബിബാത്തിൻ അത്റാബൻ അലാ മീലാദിൻ വാഹിദ് സദഖ റസൂലുള്ളാഹി. നമ്മൾ നേരത്തെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവർ പ്രായമായതിൻ്റെ ശേഷം നരച്ച്, അതുപോലെ തന്നെ കണ്ണിലൊക്കെ പീള നിറഞ്ഞ് വളരെ പ്രായാധിക്യത്തിലാണ് അവർ മരിച്ചത്. എന്നാൽ അവർ നാളെ വരുമ്പോൾ ഫജഅലഹുന്ന അദാറ, അള്ളാഹു അവരെ കന്യകകളാക്കും. ഉറുബൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നബിതങ്ങൾ വിശദീകരിച്ചു. മുതഅശ്ശിഖാത്തിൻ മുഹബ്ബിബാത്തിൻ, ഭർത്താക്കന്മാരെ നന്നായി സ്നേഹിക്കുന്നവർ. അത്രാബൻ എന്ന് പറഞ്ഞാൽ ഒരേ പ്രായക്കാർ. അലാ മീലാദിൻ വാഹിദ്. ഞാൻ ചോദിച്ചു, നബിയെ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കാൻ, ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിക്കാൻ, നബിയെ, ഹൂറുലിങ്ങളുടെ പവർ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ദുനിയാവിലെ പെണ്ണുങ്ങളെ പറ്റിയും പറഞ്ഞു. ദുനിയാവിലെ പെണ്ണുങ്ങളെ പറ്റി അള്ളാഹ് വർണ്ണിച്ചത് കേട്ടു നോക്കുമ്പോൾ നല്ല സുന്ദരമാണല്ലോ ആ അവസ്ഥ. നബിയെ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്താ ചോദ്യം? നിസാഉദ് ദുനിയ അഫ്ളലു അമിൽ ഹൂറുൽ ഐനു യാ റസൂലല്ലാഹ്. നബിയെ, ഈ ദുനിയാവിലെ പെണ്ണുങ്ങളാണോ ശ്രേഷ്ഠർ, അതോ ഹൂറുലിങ്ങൾ? ഇതെനിക്ക് ചോദിക്കാനുള്ളതാണ്. ഇവിടെയാണ് നമ്മുടെ വിഷയം. ദുനിയാവിലെ പെണ്ണുങ്ങൾക്കാണോ ശ്രേഷ്ഠത, അതോ നബിയെ ഹൂറുലിങ്ങൾക്കാണോ? അത് ഇവിടുന്ന് പറഞ്ഞു തരണം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കാൻ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖാല, നബി പറഞ്ഞു, ബൽ നിസാഉദ് ദുനിയ അഫ്ളൽ. ആയിഷ, ഉമ്മു സലമ, ദുനിയാവിലെ പെണ്ണുങ്ങൾക്കാണ് എത്രയോ പവർ. മിനൽ ഹൂറില്ലൈൻ, ഹൂറുലിങ്ങളെക്കാൾ, ഹൂറുലിങ്ങളെക്കാൾ പവർ ദുനിയാവിലെ പെണ്ണുങ്ങൾക്കാണ്. ആ പവർ, ആ അന്തരം ഏതുപോലെയാണെന്നറിയോ? കഫളിൽ ദിഹാറത്തി അലൽ ബിഥാന, അടിവസ്ത്രത്തെക്കാൾ മേൽവസ്ത്രത്തിനുള്ള പവർ പോലെയാണ് പറഞ്ഞത്. അടിവസ്ത്രം അതിനൊരല്പം പൊട്ടിയിട്ടുണ്ടെങ്കിലും കീറിയിട്ടുണ്ടെങ്കിലും നമ്മൾ മെയിൻ ചെയ്യൂല. അത് കുറച്ച് പഴകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ചെയ്യൂല. ബനിയനൊരു പക്ഷേ ഒന്നോ രണ്ടോ പൊട്ടൊക്കെ ഉണ്ടായേക്കാം. അടിവസ്ത്രങ്ങൾ മറ്റടിവസ്ത്രങ്ങൾക്കൊക്കെ ഉണ്ടായേക്കാം. അതൊന്നും മെയിൻ ചെയ്യൂല. നേരെ മറിച്ചോ മുകളിലെ വസ്ത്രം നല്ല അടിപൊളിയാക്കി കൊണ്ടുനടക്കും. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, കഫളിൽ ദിഹാറത്തി അലൽ ബിഥാന, കഫളിൽ ദിഹാറത്തി അലൽ ബിഥാന, അടിവസ്ത്രത്തെക്കാൾ മേൽവസ്ത്രത്തിന് എത്ര പവർ ഉണ്ടാകുമോ, എത്ര സൗന്ദര്യം ഉണ്ടാകുമോ, എത്ര ശ്രേഷ്ഠത ഉണ്ടോ, അതേ രൂപത്തിലാണ് ഹൂറുലിങ്ങളും ദുനിയാവിലെ പെണ്ണുങ്ങളും. ഹൂറുലിങ്ങളെക്കാൾ എത്രയോ പവർ കൂടിയവരാണ് ദുനിയാവിലെ പെണ്ണുങ്ങൾ. പക്ഷെ ഇതൊക്കെ നമ്മളെ ഭാര്യമാരായി കിട്ടണമെങ്കിലുള്ള കഷ്ടപ്പാടിന് ശേഷം പറയാൻ പോകുന്നുണ്ട്. അതോടുകൂടി ഇതൊക്കെ തീരും. ഇപ്പൊ ഇതൊക്കെ കേൾക്കാൻ സുഖമുണ്ടാവും. കഫളിൽ ദിഹാറത്തി അലൽ ബിഥാന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നല്ല ഓഫറാണ് നബി തങ്ങൾ ഈ കൊടുക്കുന്നത് സ്വർഗത്തിലെ ഭൂമിയിലെ പെണ്ണുങ്ങൾക്ക്. പക്ഷെ പെണ്ണുങ്ങൾ ഈ കാര്യത്തിൽ ബോധവാന്മാരല്ല. എത്ര തന്നെ പറഞ്ഞാലും ഇസ്ലാമിക ചിട്ടയിൽ വളരാൻ നമ്മുടെ ഭാര്യമാർ തയ്യാറാകുന്നില്ല. ഖുൽതു യാ റസൂലല്ലാഹ് ബിമദാക യാ ഹബീബല്ലാഹ്. നബിയെ, എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? ഇത്ര സൗന്ദര്യമുള്ള ഹൂറുലിങ്ങളെയൊക്കെ മറികടക്കാൻ നിങ്ങൾ എന്താ കാരണം?
ഞങ്ങളെ കൂട്ടത്തിൽ സൗന്ദര്യമുള്ളവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്, നീളം കൂടിയവരുണ്ട്, കുറഞ്ഞവരുമുണ്ട്, കറുത്തവരുമുണ്ട്, വെളുത്തവരുമുണ്ട്, മുടി ഇല്ലാത്തവരുമുണ്ട്, കുറഞ്ഞവരുമുണ്ട്, കൂടിയവരുമുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ നബിയെ. പിന്നെ എങ്ങനെയാ നാളെ അവിടെ എത്തുമ്പോൾ ഇത് ഇത്രയും ഭംഗിയായി കിട്ടുന്നത് എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ മറുപടി കേട്ടോ. ഖാല, അവർക്ക് ഈ തിളക്കമുണ്ടാകാൻ കാരണം, അവർക്ക് ശ്രേഷ്ഠത ഉണ്ടാകാൻ കാരണം, അടിവസ്ത്രത്തെക്കാൾ മേൽവസ്ത്രത്തിനുള്ള ആ തിളക്കം അവർക്കുണ്ടാവാൻ കാരണം ബിസ്വലാത്തിഹിന്ന വസ്വയാമിഹിന്ന വഇബാദത്തിഹിൻ, അവരൊരുപാട് നിസ്കരിച്ചവരാണ്, മറ്റൊരു നിസ്കരിച്ചോലല്ലോ. ആ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും. ഏത് നാടൻ കോഴി 40 ദിവസം കൊണ്ടുണ്ടാക്കുന്ന കോഴിൻ്റെയും വ്യത്യാസം എന്തായാലും ഇതുണ്ടാകും. ഇതെന്താണ്? ഒറിജിനൽ ദുനിയാവിൽ സൃഷ്ടിച്ചു വിട്ട് പരീക്ഷണങ്ങൾക്കൊക്കെ വിധേയമാക്കി ഇവിടെ നിസ്കരിക്കാനും നോമ്പുൽക്കാനും ഖുർആൻ ഒക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അവരും അതുപോലെ തന്നെ ഇവര് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ സൗന്ദര്യത്തിന് വേണ്ടി അല്ലാഹു തആല പടച്ചുണ്ടാക്കിയതാണ്. അത് തമ്മിൽ വ്യത്യാസം ഉണ്ടാകും, തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടാകും. നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും മറ്റു ഇബാദത്തുകളുടെയും കാര്യം കൊണ്ടാണ് ഇവർക്ക് പ്രസക്തി കിട്ടുന്നത്. ഇത് കാരണമായി അൽബസല്ലാഹു ഉജൂഹഹുന്ന നൂർ, എത്ര തന്നെ കാണാൻ ചൊങ്കില്ലാത്ത പെണ്ണിന്റെയും മുഖത്ത് അല്ലാഹു തആല തിളക്കം ആ മുഖത്തിന് അല്ലാഹു ധരിപ്പിക്കുന്നു. റസൂലുള്ളാഹി പറയാൻ അൽബസല്ലാഹു ഉജൂഹഹുന്ന, അവരുടെ മുഖങ്ങൾക്ക് അല്ലാഹു തആല അണിയിപ്പിക്കും അന്നൂർ, പ്രകാശത്തിന്റെ ഉടയാടകൾ, പ്രകാശം അവർക്ക് അണിയിപ്പിക്കും എന്ന് പറഞ്ഞാൽ എത്ര തന്നെ തിളക്കല്ലാത്ത പെണ്ണും അവിടെ തിളക്കമുണ്ടാകും. ഇതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അൽബസഹുന്നല്ലാഹു ഉജൂഹഹുൻ അൽബസല്ലാഹു ഉജൂഹഹുന്നൂർ, അവരുടെ മുഖങ്ങൾക്ക് അല്ലാഹു നല്ല തിളക്കം കൊടുക്കും. വഅജ്സാദഹുന്നൽ ഹരീർ, അപ്പൊ മുഖത്തിന് നല്ല സൗന്ദര്യം. അതുപോലെ തന്നെ അവരുടെ ശരീരത്തിലേക്ക് ഇണങ്ങിയ നല്ല പട്ടുവസ്ത്രങ്ങൾ, ബീളുൽ അൽവാൻ, ഖുളറുസ് സിയാബ്, സുഫറുൽ ഹുലിയ്, മജാമിറുഹുന്നദ്ദുർ വഅംശാതുഹുന്നദ്ദഹബ്. നബി തങ്ങൾ ഇങ്ങനെ പറയാ, പെണ്ണുങ്ങൾക്ക്, ദുനിയാവിലെ പെണ്ണുങ്ങൾക്ക് നാളെ സ്വർഗത്തിൽ കിട്ടുന്ന കാര്യങ്ങളാ പറഞ്ഞത്. ബീളുൽ അൽവാൻ, ഏത് കറുത്ത പെണ്ണും അവിടെ വെളുത്തിട്ടാ, വെളുത്ത കളറുള്ള പെണ്ണുങ്ങൾ ബീളുൽ അൽവാൻ. ഖുളറുസ് സിയാബ്, അതുപോലെ തന്നെ പച്ച ഡ്രസ്സുകൾ ധരിച്ച പെണ്ണുങ്ങള്. പച്ച ഡ്രസ്സാണ് കേട്ടോ, സ്വർഗത്തിൽ പച്ചമയാണ്, ആരും വിഷമിക്കണ്ട, സ്വർഗ ആകെ പച്ചമയാണ്. ഖുളറുസ് സിയാബ്, പച്ച ഡ്രസ്സുകൾ ധരിച്ച പെണ്ണുങ്ങള്. അതുപോലെ തന്നെ സുഫറുൽ ഹുലിയ്, ഹുലിയ് മഞ്ഞ ആഭരണങ്ങൾ. പെണ്ണും പൊന്നും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. അതെ, പൊന്ന് ഇഷ്ടം പോലെ അന്ന് കൊടുക്കും, മഞ്ഞ പൊന്ന്. സുഫറുൽ ഹുലിയ്, മഞ്ഞ ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചൊരുങ്ങിയിരിക്കും. മജാമിറുഹുന്നദ്ദുർ, അവർക്കവിടെ ഉലുവാൻ പുകയിപ്പിക്കാനുള്ള ഉലുവാൻ പെട്ടിയടക്കം അദ്ദുർ, നല്ല മുത്തുകൊണ്ടാണ്. ഉലുവാൻ പുകയിപ്പിക്കുന്ന പെട്ടിയടക്കം മുത്തുകൊണ്ടാണ് നിർമ്മിച്ചത്. മജാമിറുഹുന്നദ്ദുർ വഅംശാതുഹുന്നദ്ദഹബ്, അവരുടെ തല ചീകുന്ന കങ്കകൾ, ചീർപ്പുകൾ, ആ ചീർപ്പുകൾ സ്വർണത്തിന്റെ ചീർപ്പുകളാണ്. റസൂലുള്ളാഹി പറയുന്നു, ഉമ്മു സലമ ഇങ്ങനെ ആനന്ദം കൊള്ളാതൊക്കെ കേട്ടിട്ട്, വഅംശാതുഹുന്നദ്ദഹബ്, അവർ ചീകുന്ന ചീർപ്പുകൾ സ്വർണമാണ്. യഖുൽന, എന്നിട്ട് അവരിങ്ങനെ പറയും, നഹ്നുൽ ഖാലിദാതു ഫലാ നമൂതു അബദാ, ഞങ്ങൾ എന്നും ഈ സുഖലോക സ്വർഗത്തിന്റെ സൗകര്യങ്ങളിൽ ഈ അനുഭൂതികൾ ആസ്വദിച്ച് ശാശ്വതമായി ഇവിടെ കഴിഞ്ഞുകൂടേണ്ടവരാണ്. ഫലാ നമൂതു അബദാ, ഞങ്ങൾക്കിനി മരണമില്ല. ആരോടാ പറയുന്നത്? ഹൂറുലിങ്ങളോട്. നിങ്ങൾ ഉണ്ടായി പിന്നെ മരിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾ മരിച്ച് രണ്ടാമതൊന്ന് ജീവിച്ച് ഇനി ഞങ്ങൾ മരിക്കാതിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് അതിൽ കൂടുതൽ സന്തോഷമുണ്ട്. നഹ്നുൽ ഖാലിദാതു ഫലാ നമൂതു അബദാ വനഹ്നുൻ നാഇമാതു ഫലാ നബ്അസു അബദാ വനഹ്നുൻ നാഇമാതു, ഞങ്ങൾക്ക് വസ്ത്രത്തിന് വസ്ത്രമുണ്ട്, ഉടുക്കാൻ മുണ്ടില്ലാത്ത പ്രശ്നമില്ല, അടിപൊളി മേത്തരം ഡ്രസ്സുകളുണ്ട്, കെട്ടാനും അണിയാനും ഞങ്ങൾക്ക് നല്ല 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 മുന്തിയ തരം ആഭരണങ്ങളുണ്ട്, കഴിക്കാൻ ഞങ്ങൾക്ക് ഭക്ഷണവും അതുപോലെ കുടിക്കാൻ പാനീയവുമൊക്കെ നല്ല സുഭിക്ഷമായ ഭക്ഷണപാനീയങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ നിലക്കും ഞങ്ങൾക്ക് സുഖമാണ്. ഫലാ നബ്അസു അബദാ, ഇനി ഞങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കില്ല.
ഹൂറുലിങ്ങൾ ചോദിക്കും, അതും എന്താ ഞങ്ങൾക്കുമില്ലേ? ഇല്ല, നിങ്ങൾക്ക് അതിൻ്റെ രുചി കിട്ടൂല. കാരണം ഞങ്ങൾ കുറേ പട്ടിണി എടുന്ന് പോന്നോലാ, ഓൽക്ക് ഇനി പട്ടിണി ഇല്ലാതിരിക്കുമ്പോൾ. അങ്ങനെയാണ് അതിൻ്റെ വിഷയം. നേരത്തെ കഷ്ടപ്പാട് അനുഭവിച്ച ഒരാൾക്ക് സുഖം കിട്ടുമ്പോഴേ ആ സുഖമായിട്ട് തോന്നുള്ളൂ, അല്ലാത്തവർക്ക് സുഖമായിട്ട് തോന്നൂലല്ലോ. ഉണ്ടാകുമ്പോഴേ സുഖത്തിലാണെങ്കിൽ അയാൾക്ക് സുഖം അറിയാൻ കഴിയൂല. ഞങ്ങളിതൊക്കെ കഴിഞ്ഞു പോന്നോലാ ഈ കഷ്ടപ്പാടൊക്കെ. അപ്പൊ ഇനി ഞങ്ങൾക്ക് റാഹത്ത് ശരിക്കും ആസ്വദിക്കാൻ കഴിയും. ഫലാ നബ്അസു അബദാ, ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾക്ക് ഇത്തരം ടെൻഷനുകൾ ഉണ്ടാകൂല. ഫലാ നബ്അസു അബദാ വനഹ്നുൽ മുഖീമാതു ഫലാ നദ്അനു അബദാ. ഈ സ്വർഗത്തിൽ ഞങ്ങൾ എന്നും കഴിഞ്ഞുകൂടും, ഇവിടെ നിന്ന് ഞങ്ങൾ പുറത്തു പോകില്ല. ഫലാ നദ്അനു അബദാ അലാ വനഹ്നുർ റാദിയാത്. ദാ അറിയണം, ഞങ്ങൾ പൂർണ്ണമായും സന്തുഷ്ടരാണ്. ഞങ്ങൾ നിസ്കരിച്ചതിൻ്റെ, നോമ്പനുഷ്ഠിച്ചതിൻ്റെ, ഖുർആൻ ഓതിയതിൻ്റെ, ഞങ്ങളെ ഭർത്താക്കന്മാരെ അനുസരിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഫലാ നസ്ഖതു അബദാ. ഇനി ഞങ്ങൾക്കൊരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ ദാ ക്രോധം വരേണ്ട ആവശ്യമില്ല, ദുഃഖം വരേണ്ട ആവശ്യമില്ല. തൂബാ ലിമൻ കുന്നാ ലഹു വകാന ലനാ. അതുകൊണ്ട് തന്നെ ഇത്രയും സുഖലോലുപതയിൽ കഴിയുന്ന ഞങ്ങൾ, തൂബാലിമൻ, ഞങ്ങളെ കാര്യത്തിൽ തൂബാലിമൻ, ഒരുത്തർക്കാണ് സന്തോഷം. കുന്നാലന, ഞങ്ങൾ അവർക്ക് വേണ്ടിയുള്ളതാണ്. വകാനലന, അവർ ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഞങ്ങൾ ആർക്കു വേണ്ടിയാണോ, ഞങ്ങൾക്ക് വേണ്ടി ആരാണോ അവർക്കാണ് എല്ലാവിധ സന്തോഷവും. ഞങ്ങൾ ആർക്കു വേണ്ടി പടക്കപ്പെട്ടോ ഞങ്ങളുടെ ഭർത്താക്കന്മാർ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആരാണോ ഉള്ളത് അവർക്കാണ് സർവ്വവിധ സന്തോഷവും. തൂബാലിമൻ കുന്നാ ലഹു വകാന ലനാ. ഖുൽതു യാ റസൂലല്ലാഹ്. ഇത്രയും പറഞ്ഞപ്പോഴേക്ക് ശരിക്കും ഉമ്മു സലമ ആനന്ദം പൂർണ്ണമായിട്ടുണ്ട്. ഉമ്മു സലമക്ക് ഇതങ്ങോട്ട് എത്തിയാൽ മതി, ഈ സ്വർഗം കിട്ടിയാൽ മതി എന്നിടത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഉമ്മു സലമക്ക് സ്വാഭാവികമായ ഒരു ടെൻഷൻ വന്നു. എന്താണത്? യാ റസൂലല്ലാഹ്, ഒരു ചെറിയ സംശയം ചോദിക്കാനുണ്ട് നബിയെ, ഒന്നും കരുതരുത്. നബി തങ്ങൾ ചോദിച്ചു, എന്തേ? അൽ മർഅതു മിന്നാ തതസവ്വജു സൗജൈനി അബി സലാസ അബിൽ അർബഅ. നബിയെ, ഈ ഭൂമിയിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ 2 ഭർത്താക്കന്മാരെ കല്യാണം കഴിക്കുന്നവരുണ്ട്, 3 ഭർത്താക്കന്മാരെ കല്യാണം കഴിക്കുന്നവരുണ്ട്, 4 ഭർത്താക്കന്മാരെ കല്യാണം കഴിക്കുന്നവരുണ്ട്. ആദ്യത്തെ ഭർത്താവ് മരിച്ചുപോയി, രണ്ടാമത്തെ ഭർത്താവ് വേറെ ഒരാൾ കല്യാണം കഴിച്ചു, അയാൾ മൊഴി ചൊല്ലി. മൂന്നാമത് വേറെ ഒരാൾ കല്യാണം കഴിച്ചു, അയാൾ മൊഴി ചൊല്ലി. 4-മത്തെ ആൾ കല്യാണം കഴിച്ചു. ഇപ്പം നിൽക്കുന്നത് 4-മത്തെ ഭർത്താവിന്റെ അടുത്താ. ഇങ്ങനെയൊക്കെ സ്വാഭാവികമായി ഉണ്ടാവാറുണ്ടല്ലോ നബിയേ. ഇങ്ങനെ വരുമ്പം എന്റെ ചോദ്യം, ബഹുമാനപ്പെട്ട മഹദി പറയുന്നു, സുമ്മ തമൂത്ത്, എന്നിട്ട് ഈ പെണ്ണു മരിക്കും. ഫതദ്ഖുലുൽ ജന്ന, അവൾ സ്വർഗത്തിലെത്തും. വയദ്ഖുലൂന മഅഹ, അവളുടെ കൂടെ ഈ പറഞ്ഞ ഭർത്താക്കന്മാരൊക്കെ സ്വർഗത്തിലുണ്ടെങ്കിൽ മയ്യകൂനു സൗജഹാ, ആരായിരിക്കും ഇവളുടെ ഭർത്താവ്? യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി. എന്താ ഉമ്മു സലമക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം? ഉമ്മു സലമ കക്ഷിയാ. ഉമ്മു സലമ ആദ്യ അബൂ സലമ വഫാത്താകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇപ്പോഴും കേട്ട സംഭവമായിരിക്കും. അബൂ സലമ വഫാത്താകുമ്പോൾ റസൂലുള്ളാഹിന്റെ അടുത്ത് എന്നിട്ട്, നബിയെ ഖദ്മാത അബൂ സലമ, എൻ്റെ ഭർത്താവ് അബൂ സലമ മരിച്ചു. റസൂലുള്ളാഹി ഒന്ന് നോക്കുമ്പോൾ അബൂ സലമ കണ്ണിങ്ങനെ തുറന്നു കിടക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, അർറൂഹു ഇദാ ഖറജത് തബിഅഹുൽ ബസർ. നബി തങ്ങൾ പറഞ്ഞു, റൂഹ് പുറപ്പെടുമ്പോൾ ആ റൂഹ് എങ്ങോട്ടാ പോകുന്നതെന്ന് കണ്ണിങ്ങനെ ശരിക്ക് തുറന്ന് കണ്ടുകൊണ്ടിരിക്കും, ശരിക്ക് കണ്ണത് നോക്കിക്കൊണ്ടിരിക്കും. അതാണ് മയ്യത്തിന്റെ കണ്ണടയാത്തത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മയ്യത്തിന്റെ കണ്ണടച്ചു കൊടുത്തു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഉമ്മു സലമയോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ദുആ ചെയ്യാൻ പറഞ്ഞു, അബൂ സലമക്കും എനിക്കും പുറത്തു തരണേ, അല്ലാഹുമ്മ ഗ്ഫിർലി വലി അബീ സലമ, എനിക്കും അബൂ സലമക്കും പുറത്തു തരണേ എന്ന് ദുആ ചെയ്ത മോളെ. മാത്രമല്ല നീ ദുആ ചെയ്യണം, അല്ലാഹുമ്മ ഖ്ലുഫ്നീ ഖൈറൻ മിൻ, അബൂ സലമയേക്കാൾ നല്ല ഒരു ഭർത്താവിനെ എനിക്ക് നൽകണേ എന്ന് ദുആ ചെയ്യണം. ഇത് ഏതൊരാളോടും, ഭർത്താവ് മരിച്ച പെണ്ണുങ്ങളോടൊക്കെ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മു സലമ പറയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിന്തിച്ചു പോയി, പടച്ചവനെ, എന്നെ ഇത്രമാത്രം സ്നേഹിച്ച അബൂ സലമ, ആ അബൂ സലമയുടെ അപ്പുറത്ത് എനിക്കിനി ഒരു ഭർത്താവ് വരാനാരാണ്? നബി തങ്ങൾ പറഞ്ഞതിൽ കുറച്ച് കുഴപ്പമുണ്ടല്ലോ, എനിക്ക് തോന്നിപ്പോയി. ഖൈറൻ മിൻഹു എന്ന് പറയണ്ട എന്ന് തോന്നിപ്പോയി. കാരണം അബൂ സലമയേക്കാൾ നല്ല ഒരു ഭർത്താവിനെ ഇനി എനിക്ക് കിട്ടൂല.
അത്രയും നല്ല പെരുമാറ്റമാണ്, അത്രയും നല്ല സ്നേഹമാണ് അബൂ സലമ എനിക്ക് തന്നത്. ഇനി എന്തിനാ നബി അബൂ സലമനേക്കാൾ നല്ല ഭർത്താവിനെ തരണേ ദുആ ചെയ്തത്? എനിക്കതിന്റെ ആവശ്യമല്ല. എനിക്ക് അതിനേക്കാൾ ഹൈറായ ഒരു ഭർത്താവിനെ കിട്ടൂല എന്ന് ഉറപ്പാണ്. ഏതായാലും റസൂലുള്ളാഹി പറഞ്ഞതല്ലേ ഞാൻ ദുആയിരുന്നു, അല്ലാഹുമ്മ ഖ്ലുഫ്നി ഖൈറൻ മിൻ. അതാ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ അല്ലാഹു ഹബീബിന് വിവരം അറിയിക്കുന്നു, നിങ്ങൾ ഉമ്മു സലമയെ നിക്കാഹ് ചെയ്യണം. ഉമ്മു സലമ റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. ഈ ചോദിക്കുന്ന സമയത്ത് ഉമ്മു സലമ റസൂലുള്ളാഹിയുടെ ഭാര്യയാണ്. ഹിന്ദ് എന്ന പേര് ഭാര്യമാരുടെ കൂട്ടത്തിൽ നിങ്ങൾ കണ്ടപ്പോൾ ഹിന്ദ് എന്നായിരിക്കും കണ്ട്, ഉമ്മു സലമ എന്നും വരാറുണ്ട്. ഹിന്ദ് എന്നാണ് സാക്ഷാൽ നാമം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയുടെ ഭാര്യയാണ്. അപ്പൊ നാളെ സ്വർഗത്തിൽ റസൂലുള്ളാഹിനെ കിട്ടുമോ അബൂ സലമനെ കിട്ടുമോ എന്നുള്ള ടെൻഷനും കൂടെയാണ് ഇത് ചോദിക്കാനുള്ള കാരണം. നബി എങ്ങനെ ഉണ്ടായാൽ ആരെയാ കിട്ടുക? ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിഷമിക്കണ്ട ഉമ്മു സലമ, യാ ഉമ്മ സലമ ഇന്നഹാ തുഖയ്യറു ഫതഖ്താറു അഹ്സനഹും ഖുലുഖാ. ഇന്നഹാ തുഖയ്യർ, സ്വർഗ്ഗാണ്, അവിടെ നിങ്ങൾക്ക് പൂർണ്ണമായും സ്വാതന്ത്ര്യമുണ്ട്. ആ പെണ്ണിന് അല്ലാഹു തആല ചോയ്സ് നൽകും, അവൾക്ക് ഇഷ്ടമുള്ളവനെ തെരഞ്ഞെടുക്കാം. ഫതഖ്താർ, അങ്ങനെ അവൾ സെലക്ട് ചെയ്യും. അഹ്സനഹും ഖുലുഖാ, ഈ ഭർത്താവ് സൽസ്വഭാവിയായിരുന്നു, പക്ഷെ അതിലേറെ വലിയ സൽസ്വഭാവിയാണിത്, എനിക്ക് ഈ ഭർത്താവിനെ മതി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൂടെ വിടും. എന്നാൽ മറ്റേ സഹോദരൻ ആളില്ലാത്ത പ്രശ്നമുണ്ടാകില്ല, സ്വർഗമാണ്. ഫതഖ്താറു അഹ്സനഹും ഖുലുഖാ. ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായിരുന്നു. 378 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉമ്മു സലമയെക്കുറിച്ച്. ഉമ്മു സലമയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട 378ഓളം ഹദീസുകളുണ്ട്. വലിയ മഹദിയാണ്. ആ മഹദിയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ രക്ഷിക്കട്ടെ. ആ ഉമ്മയുടെ, ഉമ്മഹാത്തുൽ മുഅ്മിനീനാണല്ലോ, നമ്മൾ ഉമ്മമാരിൽപ്പെട്ട ഒരു ഉമ്മയാണ്. ആ ഉമ്മയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ രക്ഷിക്കട്ടെ. ആ ഉമ്മയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ നീണ്ട ഹദീസ് അവിടെ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുകയാണ്.